Hi guys, welcome back to my channel. ഞാൻ Ramya Harishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൽ അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേരള സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. അപ്പം ഞാനത് ഇവിടെ എടുത്തിരിക്കുന്നത് ഡ്രം സ്റ്റിക്സ് ആണ്. ഡ്രം സ്റ്റിക്കിൽ വെച്ചും ചെയ്യാം, അല്ല സാധാരണ പീസസ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ മസാല ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് പുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 1.5 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം 1 ടീസ്പൂൺ വരുന്ന മാതിരി ഞാൻ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കളറും പിന്നെ കുരുമുളകിൻ്റെ എരിവും വരും. കാശ്മീരി മുളക് പൊടിക്ക് അത്ര എരിവില്ലല്ലോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരുന്ന മാതിരി പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ച് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുത്ത ശേഷം നമുക്ക് ചിക്കനിലോട്ട് നന്നായിട്ട് വെച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 പീസ്, ഒരു 1/2 കിലോളം ഉണ്ടാവും, 400-500 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഞാനതൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് രണ്ട് സൈഡും. അപ്പം മസാല നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് പിടിക്കും. നമുക്ക് ഇത് ഒരു മിനിമം ഒരു 2 hours മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ബെറ്റർ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഞാനിപ്പോൾ 2 മണിക്കൂർ ഇപ്പോൾ വെക്കുന്നുള്ളൂ. 2 മണിക്കൂർ വെച്ച ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഓക്കെ, ഒന്ന് കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ ചിക്കൻ പീസസിലേക്കും വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ചിക്കൻ പീസസിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഞാനിത് ഒരു 2 മണിക്കൂർ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലേ ദിവസം തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് ഇത്. അപ്പം പുറത്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നല്ലെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോൺഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ചും കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ അരപ്പരയ്ക്കുന്നതിൽ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് ഞാൻ എല്ലാത്തിലും കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മുടെ ചിക്കൻ ഫ്രൈ. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ പീസസും ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് വലിയ പാൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാം ചിക്കൻ ഫ്രൈയും ഒരു ട്രിപ്പിൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുഞ്ഞിതാണെങ്കിൽ 1-2 ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ ഇത് ഇത്ര എണ്ണ പോരാ, ഇതിനെക്കാട്ടിലും പാൻ നിറയെ എണ്ണ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ ചിക്കൻ പീസസും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിക്കൻ നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളം ഇറങ്ങും. കുറച്ച് കഴിഞ്ഞാൽ ദേഹത്തും പുറത്തുമൊക്കെ തെറിക്കും. അപ്പം അത് തെറിക്കാതിരിക്കാൻ വേണ്ടി ഫോർ സേഫ്റ്റി ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു ലിഡ് വെച്ചിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് അത്രയും മതി. 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഓരോ സൈഡും കുക്ക് ചെയ്തെടുത്തു. ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. സെർവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ബാക്കിയുള്ള എണ്ണയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്രൈ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഫ്ലേവറിനും ആ ഒരു കാണാൻ ഭംഗിക്കും വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 2 സൈഡും കുക്ക് ചെയ്ത് എടുത്തു. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഓക്കെ 10 മിനിറ്റ് കേട്ടോ ഓരോ ഭാഗം. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.